കളി മാറി. ബിഗ് ബോസ് കളി മാറ്റി. കാരണം അടുത്ത ആഴ്ച ക്യാപ്റ്റൻ തന്നെയാണ് പഴയതുപോലെ ആരൊക്കെ പവർ ടീമിൽ വരണം, ആരൊക്കെ പവർ ടീമിൽ വരണ്ട, ഓരോ ടീമുകളിലും ആരൊക്കെ വരണം എന്ന് പറഞ്ഞ് റാൻഡമായിട്ട് ക്യാപ്റ്റന് തീരുമാനിക്കാം. വീണ്ടും പഴയ റൂളാക്കി. അപ്പോൾ വീട്ടുകാരെ പ്ലാൻ ചെയ്തിരുന്ന അവരുടെ പ്ലാനിങ്ങുകൾ ഫുള്ള് തെറ്റി. പക്ഷെ അവർ ഈ ലെവലിൽ ചിന്തിച്ചിരുന്നു 50 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വരും എന്നുള്ള ലെവലിൽ ചിന്തിച്ചിരുന്നു. ഇതിപ്പോൾ ഭൂകമ്പം ടാസ്ക് ഒന്നും ഇല്ലെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. കാരണം ഭൂകമ്പമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നോ നാളെയോ ഒക്കെ തന്നെ അനൗൺസ് ചെയ്തേനെ. ചിലപ്പോൾ നാളെ അനൗൺസ് ചെയ്യുമായിരിക്കാം ഭൂകമ്പം ടാസ്ക് ഉണ്ടെങ്കിൽ, മിഡ് വീക്ക് എവിക്ഷനോ അങ്ങനെ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ. പവർ ടീമിലേക്ക് കയറാൻ 2 പേര് സെലക്ട് ആയിരിക്കുകയാണ്, സായിയും നന്ദനയും. 5 പേര് തമ്മിലുള്ള ഡിബേറ്റ് ആയിരുന്നു ആക്ടിവിറ്റി ഏരിയയിൽ നടന്നത്. നന്ദന, സായി, സിജോ, ജിൻഡോ, ജാസ്മിൻ ഇവർ 5 പേരിൻ്റെ ഒടുവിൽ ഈ പറയുന്ന ജിൻഡോ, സിജോ, ജാസ്മിൻ ഇവർ 3 പേരും ഔട്ടായി. ഇവർ ഔട്ടാക്കി. അവിടെ സായി നന്ദനയിൽ നിന്ന് കളിച്ചു. ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ജിൻഡോ ഒരു പെണ്ണാണല്ലോ അവിടെ പവർ റൂം ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് ജിൻഡോ തന്നെ ഓട്ടോമാറ്റിക്കലി കുറച്ച് അടി വാങ്ങിച്ച് കൂട്ടി. പിന്നെ ഡിബേറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോയി. അതിനുശേഷം ഓരോ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള റഷ്യയും ഗബ്രിയും ഏത് ടീമിലേക്ക് വിടണം എന്നുള്ള ഒരു തീരുമാനത്തിൽ അവരെ 2 പേരെ 2 ടീമിലാക്കി. പിന്നീട് ശ്രീതു, എക്സ് ക്യാപ്റ്റൻ ആയിരുന്ന ശ്രീതുവിനെ ഒരു ടീമിലേക്കാക്കി. ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ലൈവിലെ സംഭവങ്ങൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഡിബേറ്റിനുള്ള 5 പേരെയും, അതായത് പവർ റൂമിലേക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള 5 പേരെയും നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ ബിഗ് ബോസ് പറയുന്നു. ആക്ടിവിറ്റി ഏരിയയിലേക്ക് അവർ പോവുകയാണ്. ബിഗ് ബോസ് പറയുകയാണ് ഡിബേറ്റാണ്, നിങ്ങൾ തമ്മിലുള്ള ഡിബേറ്റാണ് നടക്കാൻ പോകുന്നത്. അപ്പം 5 പേരെ 5 കസേരയിലാക്കിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ ചക്രവ്യൂഹം പോലെ ഇരുത്തുകയാണ്. എന്നിട്ട് ബസറടിക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദങ്ങളിൽ ഏർപ്പെടുക. ഓരോ ബസർ അവസാനിക്കുമ്പോഴേക്കും ഓരോരുത്തർ വീതം പുറത്ത് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏകകണ്ഠമായിട്ടാണെന്നൊന്നും പറയുന്നില്ല. നിങ്ങളെല്ലാവരും ഒരു തീരുമാനം എടുക്കണമെന്നോ ഭൂരിപക്ഷമെന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് പരസ്പര ധാരണയോടുകൂടി കളിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ വ്യക്തിപരമായും കളിക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നന്ദന ആദ്യം തുടങ്ങുകയാണ്. ജിൻഡോയുടെ പേരാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ജിൻഡോ ഇങ്ങനെ കണ്ണുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ജിൻഡോ ചേട്ടൻ എന്നെ കണ്ണുകൊണ്ടെന്നൊന്നും കാണിക്കണ്ട. ജിൻഡോ ചേട്ടൻ ഈ വീട്ടിൽ ഒന്നുമല്ല, എന്തൊക്കെയോ ആണെന്നുള്ള വിചാരമുണ്ട്. ഒന്നുമല്ല ഈ വീട്ടിൽ ചെയ്യുന്നതെന്നും കഥ മെനയാൻ നല്ലതുപോലെ അറിയാം. അഭിച്ചേട്ടൻ്റെ കഥയിൽ നിങ്ങളെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ സിജോ പറയുകയാണ്, ഞാൻ ജാസ്മിൻ്റെ പേര് പറയുന്നു. കാരണം നോമിനേഷൻ ഫ്രീ ആയി ഇനിയും നിയമങ്ങൾക്കെതിരെ തെറ്റായ പ്രവണതകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിനെ ഡെയിലി ഓരോ ലാലാട്ടം വന്ന് പറയുന്നുണ്ട്. അപ്പോൾ തെറ്റായ വ്യക്തിയുടെ കയ്യിൽ ഭരണം വന്നു കഴിഞ്ഞാൽ അത് തെറ്റായ രീതിയിൽ പോവും. അപ്പോൾ അതുകൊണ്ട് ശരിയാവില്ല, അങ്ങനത്തെ ഒരാളിവിടെ ഭരിക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ജിൻഡോ പറയാണ്, ജയിലിൽ വെച്ച് എനിക്ക് ശിക്ഷ കിട്ടിയ സമയത്ത് എന്നെ ചവിട്ടി, എന്നെ തെറി വിളിച്ചു. മുമ്പും ജയിലിൽ പലതവണ കിടന്നിട്ടുള്ള ആളാണ് ജാസ്മിൻ. അപ്പോൾ ജാസ്മിൻ പറയണം, ജിൻഡോയുടെ പേരാണ് ഞാൻ പറയുന്നത്. കളിക്കാൻ യോഗ്യതയില്ല. 3 ആഴ്ച പവർ റൂമിൽ വന്നിട്ടും ബുദ്ധിയില്ലാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ ഗെയിം കളിച്ചത്. നുണ പറയാൻ മിടുക്കനാണ്, തമ്മിലടിപ്പിക്കാനാണ് ഏറ്റവും ഉഷാറെന്ന് പറയുന്നു. അപ്പോൾ സായി പറയാണ്, ജാസ്മിനോടെ വന്നത് മുതൽ ഒരു തോളോട് തോൾ ചേർന്നൊരു കിടിലൻ രീതിയിലാണ് ജാസ്മിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ പുറത്തുനിന്ന് ഗെയിം കളിക്കട്ടെ, ജാസ്മിന് സൂപ്പറായിട്ട് ഗെയിം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ജാസ്മിൻ്റെ സപ്പോർട്ട് എന്താണെന്ന് ജാസ്മിന് പുറത്തുള്ള ആൾക്കാരിൽ നിന്ന് അറിയാമല്ലോ. പവർ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ വെറുതെ ഇരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ജാസ്മിൻ പുറത്തുനിന്ന് കളിക്കട്ടെ എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ജാസ്മിൻ പറയണം, സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ പുറത്താക്കാനാണ് നിങ്ങളൊക്കെ കളിക്കുന്നതല്ലേ. അപ്പോൾ സിജോ പറയണം, ജാസ്മിൻ ഇന്ന് വരെ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ സായി, വ്യക്തമായി ഗ്രൂപ്പ് കളിച്ച് നിന്നെ പുറത്താക്കി. നമ്മൾ വ്യക്തമായി എല്ലാവരുടെ ഗ്രൂപ്പ് കളിച്ച് നിന്നെ പുറത്താക്കി. ബിഗ് ബോസ് പറഞ്ഞല്ല, അങ്ങനെ കരുതിയാൽ മതി. ഫസ്റ്റ് ബസർ അടിക്കുന്നു, ജാസ്മിനെ എല്ലാവരും കൂടി ഏകകണ്ഠമായി തന്നെ പുറത്താക്കുന്നു. 2ാമത്തെ റൗണ്ട് ജിൻഡോ പറയാണ്, ഞാൻ സിജോയുടെ പേര് പറയും. കുറേ മാറി ഇവിടെ നിന്ന ഒരാളാണ്. അപ്പോൾ എപ്പിസോഡുകളൊന്നും കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് കുറവാണ്, എനിക്കാണ് എക്സ്പീരിയൻസ് കൂടുതൽ. അപ്പം സിജോ പറയാണ്, അപ്പോൾ വൈൽഡ് കാർഡ്സിനോ അവർ ഇപ്പോൾ വന്നതല്ലേ, അവരും കണ്ടില്ലല്ലോ. ഈ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് എന്ന് നിങ്ങൾ പറഞ്ഞു. ഇവിടെയുള്ള ആക്ടുകൾക്കാണ് പ്രാധാന്യം, പെരുമാറ്റം രീതിക്കാണ് ഇവിടുത്തെ പ്രാധാന്യം. ജിൻഡോ പവർ റൂമിൽ കയറിയിട്ട് ഇവിടെ എന്താണ് ചെയ്തത്? വല്ലതും ചെയ്തു. അപ്പോൾ നന്ദന പറഞ്ഞു, ഞാൻ ജിൻഡോയുടെ പേരാണ് പറയുന്നത്. ജാസ്മിനെ ഞാൻ 2 കാലിൽ ചവിട്ടുന്ന വഞ്ചിയാണെന്ന് പറഞ്ഞെങ്കിൽ ഈ ജിൻഡോ 10 കാൽ വഞ്ചിയാണ്. പുറത്തിറങ്ങി കളിക്ക് ജിൻഡോ ചേട്ടാ, ഉരുകി തീർന്നടാ നീ ആരടാ. നന്ദന പറയണം, സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കളിക്ക്. നിങ്ങൾ എന്ത് സ്ട്രോങ് ആണ്, നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊന്ന് കളിക്ക്. അപ്പോൾ സിജോ പറയാണ്, ഞാൻ നന്ദനയുടെ പേരാണ് പറയുന്നത്. നന്ദന ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇവിടെ നന്ദന അവിടെ കയറണം എന്നുള്ള ലെവലിലാണല്ലേ പറഞ്ഞത്. അപ്പോൾ നന്ദനയുടെ ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് നന്ദന പറഞ്ഞു വരുന്നത്. അപ്പോൾ ജിൻഡോ പറയണേ, പെണ്ണുങ്ങൾക്ക് അവിടെ പവർ റൂം ഭരിക്കാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ നന്ദന ചാടി വരുന്നു. പെണ്ണുങ്ങളോ? എന്ത് പെണ്ണുങ്ങൾ? ഇനി നിങ്ങളെ ഞാൻ വിടുന്ന ലക്ഷണമില്ല.
അപ്പോഴത്തേക്ക് നന്ദന പറയണേ നിവർന്ന് നിന്ന് കളിക്കലോ, നിവർന്ന് നിന്ന് കളിക്കുക. അപ്പോൾ സായി പറഞ്ഞു അങ്ങനെ നിവർന്ന് നിന്ന് കളിക്കുക എന്ന് പറയാൻ പാടില്ല, നട്ടൽ എന്ന് പറയാം. ഞാൻ നട്ടൽ എന്ന് പറഞ്ഞില്ല, നിവർന്ന് നിന്ന് കളിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ജിൻഡോയെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് നിവർന്ന് നിന്ന് കളിക്കാൻ പറ്റും പവർ റൂമിന് വെളിയിൽ നിന്നുകൊണ്ട്. അങ്ങനെ സെക്കൻഡ് ബസർ അടിക്കുന്നു, ജിൻഡോ ഔട്ടാകുന്നു. തേർഡ് റൗണ്ട്. അപ്പോൾ ഒരാളുകൂടി വെളിയിലായാൽ മതി. ഇനിയിപ്പോൾ സിജോയും സായും നന്ദനെ മാത്രമേ ബാക്കിയുള്ളൂ. ഒരാളുകൂടി വെളിയിലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 2 പേരെന്ത് ചെയ്യും, പവർ റൂമിലേക്ക് ആവും. അപ്പോൾ സായി പറയണം, ഞാൻ സിജോയുടെ പേരാണ് പറയുന്നത്. സിജോ ഇവിടെ പോയിട്ട് ഇപ്പോൾ കുറേ ആയി. അപ്പോൾ സിജോ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ വിധി എന്താണെന്ന് അറിയട്ടെ. ഗെയിം ടാസ്ക് ഒക്കെ ഒരുപാട് കത്തിക്കുമെന്ന് സിജോ പറഞ്ഞിരുന്നു. പുറത്ത് നിന്ന് കത്തിക്കട്ടെ. നന്ദന പറയാണ് പുറത്തുനിന്ന് കത്തിക്കും എന്ന് പറഞ്ഞിരുന്നു, കത്തിക്കട്ടെ. നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ജനവിധി അറിയട്ടെ. കുറച്ച് നാൾ ആയില്ല ഇവിടെ നിന്ന് പോയിട്ട്. അപ്പോൾ സായി പറയാണ് കാട്ടുതീ വീട്ടിൽ നിന്ന് കത്തിക്കാമല്ലോ സിജോ, പവർ റൂമിൽ കയറണോ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം സിജോ പറയാണ് പവർ റൂം കയറി കഴിഞ്ഞ് നന്ദന പവർ ആക്കും എന്നാണോ പറഞ്ഞു വരുന്നത്. അപ്പോൾ സായി പറയണേ നീ ഒരു കാര്യം ചെയ്യും, നീ നോക്ക്, നിനക്ക് ഈ വീട്ടിലുള്ള എല്ലാവരെ കുറിച്ച് അഭിപ്രായം എന്താണ് നന്ദനെ ചോദിക്കുന്നു. നന്ദന പറയുന്നു. ആ റൗണ്ടിൻ്റെ ലാസ്റ്റിൽ സിജോ ഔട്ടാവുന്നു. അങ്ങനെ സായിയും നന്ദനയും പവർ റൂമിലേക്ക് സെലക്ട് ആവുകയാണ്. ബാഡ്ജ് എല്ലാം കൊടുക്കുകയാണ്. ഗബ്രിയുടെയും ഋഷിയുടെയും ബാഡ്ജ് ഇവർക്ക് 2 പേർക്കും കൊടുക്കുന്നു. അങ്ങനെ ഗബ്രിയും ഋഷിയും ശ്രീതുവും അവരെ 3 പേരും ഏത് ടീമിലേക്കാണ് ഇടുന്നത് അംഗബലം നോക്കിയിട്ട് ടീമിലിടാനായിട്ട് ബിഗ് ബോസ് പറയുകയാണ്. അപ്പോൾ ഡെന്നിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് ജാസ്മിൻ, ജിൻഡോ, ആൻസിബ. അവരുടെ കൂട്ടത്തിലേക്ക് ശ്രീതുവിനെ ഇടുന്നു. അവർക്ക് കിച്ചൺ ടീമിൻ്റെ ഡ്യൂട്ടിയും കൊടുക്കുകയാണ്. അടുത്ത് അതിനകത്ത് ക്യാപ്റ്റനായിട്ട് നമ്മുടെ ജാസ്മിനെ മാറ്റുവാണ്. ഓക്കെ, ജാസ്മിനെ അതിനകത്ത് ക്യാപ്റ്റനായിട്ട് മാറ്റുവാണ്. ദെൻ ടണൽ ടീമിൽ അഭിഷേക് ശ്രീകുമാർ, നോറ ഇവർ 2 പേരേ ഉള്ളൂ. അതിനകത്ത് ഋഷിയെ കൂടെ ഇടുന്നു. എന്നിട്ട് അവർക്ക് ബാത്റൂം ക്ലീനിങ് കൊടുക്കുന്നു. അതിൻ്റെ ക്യാപ്റ്റൻ അഭിഷേക് ശ്രീകുമാറിനെ ആക്കുന്നു. അടുത്ത നെക്സ്റ്റ് ടീമിലേക്ക് അപ്സര, അർജുൻ, സിജോ ഇവർ 3 പേരാണുള്ളത്. അതിനകത്തേക്ക് ഗബ്രിയെ ഇടുന്നു. ഫ്ലോർ ടീം കൊടുക്കുന്നു. അവർക്ക് ഫ്ലോർ ക്ലീനിങ് ആണ്. അതിനകത്ത് ക്യാപ്റ്റൻ സിജോയാണ്. അപ്പോൾ ഇങ്ങനെ 3 ടീമാണ്. എന്നിട്ട് ഇവരുടെ റൂം ഒന്നും മാറ്റുന്നില്ല, ഡ്യൂട്ടീസ് മാത്രമേ മാറ്റുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് നാളെ മുതലുള്ള മത്സരങ്ങൾ 4 ടീമും പങ്കെടുക്കണം. ക്യാപ്റ്റൻ ആയിരിക്കും 4 ടീമും പങ്കെടുത്ത് വിജയിക്കുന്ന ക്യാപ്റ്റൻ ആയിരിക്കും അടുത്ത ആഴ്ചത്തെ ടീമുകളെ എല്ലാം തന്നെ തീരുമാനിക്കുന്നത്. ഓരോ ടീമിനും ഓരോ നിറം തരാം. അതായത് റെഡ് ഹൗസ്, ബ്ലൂ ഹൗസ്, ഗ്രീൻ ഹൗസ് എന്നുള്ള ലെവലിലാണ്. പവർ ടീമിന് പച്ച, ടണൽ ടീമിന് ചുമപ്പ്, ഡെൻ ടീമിന് മഞ്ഞ, നെസ്റ്റിന് നീല. ഓക്കെ, അങ്ങനെ 4 കളറും അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പം നാളെ മുതൽ ചലഞ്ചിങ് ടാസ്ക് ആയിരിക്കത്തില്ല വരുന്നത്. ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും. ഫൈനൽ ജയിക്കുന്ന ഒരാൾ ക്യാപ്റ്റനായിട്ട് മാറും. നമ്മൾ 2 ആഴ്ച മുമ്പ് കണ്ടിരുന്ന ഗെയിം എന്താണോ അതേ ലെവലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഭൂകമ്പം ടാസ്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബിഗ് ബോസ് എന്തായാലും കളി മാറ്റി നന്നായിട്ട് എല്ലാവരും കളിക്കും. ഇനിയിപ്പോൾ ഇന്നുള്ളത് നോമിനേഷനാണ്. കാരണം ചലഞ്ചിങ് ടാസ്ക് ഒന്നും ഇല്ല എന്നുള്ള ഒരു ലെവലിലാണ് ബിഗ് ബോസ് ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ലെവലിലാണ് സംസാരിക്കുക. അപ്പോൾ ചലഞ്ചിങ് ടാസ്ക് കാണാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്ന് നോമിനേഷൻ കൂടിയിട്ടായിരിക്കും ബാക്കി ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു ഡെയിലി ടാസ്ക് ഒന്നും ഇപ്പോൾ ഇല്ല. ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിയിലെ ഇപ്പോൾ ഡെയിലി ടാസ്ക് ഒന്നും കാണാനേ ഇല്ല. ഈ സീസണിൽ ഡെയിലി ടാസ്ക് ഇല്ല, വീക്കിലി ടാസ്ക് ഇല്ല. നമുക്കറിയാം. അപ്പോൾ ഒത്തിരി ഗെയിം മാറും. കാരണം പവർ റൂമിലേക്ക് ഇപ്പോൾ ഇവർ കയറിയിട്ട് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ശരണ്യ ശ്രീരേഖ ഇനി എന്തെങ്കിലും ചെയ്യുമോ അതറിയില്ല. സായി നന്ദനെ എന്തോന്നാണ് കാണിക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. വല്ലതൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണാൻ രസം ഉണ്ടായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ ഓണവില്ലിൻ ലെവലിൽ പോകും. വെയിറ്റ് ചെയ്യാം. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യുകയും വേണം. ബിഗ് ബോസ് ആണ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന FB പേജ്, ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.